പിന്നെ മെയ് മാസം ആയതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ട് കേട്ടോ. അത് പറയാൻ മറന്നുപോയി. ഞാനെന്താ ചെയ്യുന്നതെന്ന് അറിയോ, എൻ്റെ കാറിൽ കയറിയിരിക്കുകയാണ്, AC ഇട്ടിട്ട് അവിടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അറിയില്ല കാണാൻ പറ്റണ ഒരു ബസ് കണ്ടോ, ആ ബസ് ഇതിലെ ഒരു മെയിൻ ക്യാരക്ടറാണ്, മിനി ട്രാവൽസ്. അത് എൻ്റെ അമ്മയുടെ പേരിലുള്ള ബസ്സാണ്, അതെൻ്റെ ഫാമിലി ബസ്സാണ്. അപ്പോൾ സ്വർണ്ണലതേനെ കുറിച്ച് ഞാൻ അധികം ഒന്നും ബ്രീഫ് ചെയ്യണം, നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയണം കേട്ടോ. അത് ഇപ്പം ഞാൻ ചെയ്യുന്നത് ശരിയല്ലെങ്കിൽ അത് ശരിയല്ല എന്ന് തന്നെ പറയണം. നിങ്ങൾക്ക് തോന്നുന്ന കറക്ഷൻസ് ഒക്കെ എന്നെ അറിയിക്കണം. ഇത് റാണിയമ്മ ചെയ്തപ്പോഴുള്ള അതേ ഒരു ടെൻഷനും ഫീലിങ്ങും എനിക്കുണ്ട്. ബിക്കോസ് ഇതിപ്പം ഓക്കെ ഷൂട്ട് വൈസ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ക്യാരക്ടർ വൈസ് ഇത് റാണിയമ്മയോ അല്ല, നന്ദിനി അമ്മയോ അല്ല, ദിസ് ഈസ് സ്വർണം. സ്വർണ്ണം ആവട്ടെ എന്നുള്ള പ്രാർത്ഥനയിലാണ് ഞാൻ. പിന്നെ എനിക്ക് കോമഡി ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്താ പറയുക, എൻ്റെ മനസ്സിലുള്ള എന്താ പറയുക, ഇങ്ങനെ കോമഡി ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ മതി, കോമഡി നന്നായി ചെയ്യാൻ പറ്റുന്ന ആർട്ടിസ്റ്റ് ഒരുപാട് പേര് എൻ്റെ മനസ്സിൽ വന്ന് കയറിപ്പോവും. അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെയുള്ള ഒരു ടെൻഷനൊക്കെ ആയിരുന്നു തുടക്കത്തിലും, ഇപ്പോഴും ഉണ്ട് കേട്ടോ. പക്ഷെ ഞാൻ ഓരോ ദിവസം ചെല്ലുന്നതിനനുസരിച്ച് ഇച്ചിരി ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ പറയണം കേട്ടോ, ശരിക്കുള്ള അഭിപ്രായം പറയണം. അതിപ്പോൾ എനിക്കെന്തെങ്കിലും ഫീൽ ചെയ്യുമെന്ന് വിചാരിച്ചിട്ടൊന്നും പറയാതിരിക്കേണ്ട. നിങ്ങളാണ് എന്നെ ടെലിവിഷൻ സ്ക്രീനിൽ എന്താ പറയുക ആദ്യം ആക്സെപ്റ്റ് ചെയ്തത്. സ്പെഷ്യലി ഏഷ്യനെറ്റ് വ്യൂവേഴ്സ്, അവരോടുള്ള റിക്വസ്റ്റാണ്. എന്താണെങ്കിലും പറഞ്ഞു തരണം കേട്ടോ, എന്താണെങ്കിലും അറിയിക്കണം. ആക്ച്വലി ആക്ടിങ് ഈസ് വൺ ഓഫ് മൈ പാഷൻ ആൻഡ് ആക്ച്വലി മെയിൻ പാഷൻ, അങ്ങനെ വേണമെങ്കിൽ പറയാം. കുറേ പാഷനുള്ള ആളായതുകൊണ്ട് ആക്ട് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കൊച്ചിലെ ഇഷ്ടമാണ്. അതുകൊണ്ട് മാത്രം ട്രൈ ചെയ്യുന്നൊരു സാധനമാണ്. ഹോപ്പ് യു ഓൾ ലൈക്ക് ഇറ്റ്. പിന്നെ ഒരുപാട് വിശേഷങ്ങൾ പറയാനൊക്കെ ഉണ്ട് കേട്ടോ. ഞാനത് ഓരോ ദിവസവും കുറച്ചൊക്കെ ആയിട്ട് ഷൂട്ട് ചെയ്യാം. ഇന്നിപ്പോൾ കുറച്ച് സമയം കിട്ടിയതുകൊണ്ടും എൻ്റെ ഷോട്ടല്ലാതെ അവർ വേറെ ഷൂട്ട് ചെയ്യുന്നതിനെ കൊണ്ടൊക്കെ ഒരു എന്താ പറയുക, ഒരു മനയിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഭയങ്കര ഇരുട്ടുമാണ്, പിന്നെ ഇതില്ല എന്താ പറയുക, ലൈറ്റ്സ് കുറവാണ്. പിന്നെ നല്ല ലൈറ്റുള്ള സ്ഥലത്താണെങ്കിൽ ഷൂട്ടിങ് നടക്കും.